എല്ലാ ചങ്ങാതിമാർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം. ജീവിതം മുഴുവൻ അടയാളപ്പെടുത്തലുകളുടെ ഒരു സമാഹാരമാണ്. നമ്മൾ ജീവിതത്തെ എന്തൊക്കെയോ കൊണ്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. സ്നേഹമാണെങ്കിലും കരുണയാണെങ്കിലും എന്തുമാകട്ടെ, ജീവിതം ചില അടയാളപ്പെടുത്തലുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇന്ന് ബുക്ക് ഷെൽഫിലൂടെ നാം പരിചയപ്പെടുന്നത് അടയാളങ്ങൾ എന്ന പുസ്തകമാണ്. പീറ്റർ തോമസാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. തിയോ ബുക്സാണ് ഈ പുസ്തകം നമുക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ പിൻഭാഗത്ത് ഇതിലേക്ക് പ്രവേശിക എഴുതിയ ഡാനിയച്ചൻ മനോഹരമായ ചില വാചകങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അത് ഈ പുസ്തകത്തെക്കുറിച്ചാണ്, അടയാളങ്ങളെക്കുറിച്ചാണ്. മനുഷ്യൻ്റെ ഉള്ളിലെ പുണ്യങ്ങളെ ഈ പുസ്തകം വാഴ്ത്തുന്നില്ല. പക്ഷേ പ്രകടിപ്പിക്കാത്ത സ്നേഹം സ്നേഹമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. എവിടെയോ ഒളിപ്പിക്കുന്ന സ്നേഹം എങ്ങനെ സ്നേഹമാകും? നിങ്ങളുടെ സ്നേഹത്തിന് കൃത്യമായ ഒരു അടയാളമുണ്ടോ? സ്നേഹരാഹിത്യത്തിൻ്റെ ഹൃദയ ശൈത്യത്തിൽ നിന്നും മലമുകളിലെ സ്നേഹപ്രകാശത്തിലേക്ക് ഈ പുസ്തകം നിങ്ങളെ വിളിക്കുന്നുണ്ട്. ഇതിലെ ഓരോ അധ്യായങ്ങളും അടയാളം തേടുന്നു. ഉപവാസത്തിൻ്റെ അടയാളം തേടുന്നു. ശരീരം ആത്മാവിൻ്റെ അടയാളവും. സൗമ്യമായ വിചാരങ്ങൾ കൊണ്ടും ആഴമുള്ള അനുഭവങ്ങൾ കൊണ്ടും എഴുത്തുകാരൻ നമ്മുടെ ജീവിതത്തെ തൊടുന്നുണ്ട് അടയാളങ്ങളിലൂടെ. ഈ പുസ്തകം ചിന്തകളല്ല, മനസ്സാണ്. നിങ്ങൾക്കാവശ്യം ക്രിസ്തുവിൻ്റെ ചിന്തകളല്ല, ക്രിസ്തുവിൻ്റെ മനസ്സാണെന്ന് ഇതിലെ അക്ഷരങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കാവശ്യം ക്രിസ്തുവിൻ്റെ മനസ്സാണ്. ആ ക്രിസ്തുവിൻ്റെ മനസ്സ് ജീവിതത്തിൽ അടയാളപ്പെടുത്താൻ ഇതിലെ 30 ലേഖനങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ 30 ലേഖനങ്ങളും വായിക്കുമ്പോൾ എവിടെയൊക്കെയോ ജീവിതത്തിൻ്റെ ചില പുണ്യങ്ങളും നന്മകളുമൊക്കെ അടയാളപ്പെടുത്തി കടന്നു പോകുവാൻ നമുക്കൊരു ഓർമ്മ കിട്ടുന്നത് പോലെ. അങ്ങനെ മനോഹരമായ ഈ പുസ്തകത്തിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ അധ്യായം അടയാളം എന്ന പേരിലാണ്. തൻ്റെ സ്നേഹം വെളിപ്പെടുത്താൻ ദൈവം മനുഷ്യന് നൽകിയ അടയാളമായിരുന്നു പുൽക്കൂട്ടിലെ യേശു. സ്നേഹം തെളിയിക്കപ്പെടാൻ അടയാളങ്ങൾ ആവശ്യമാണ്. തൻ്റെ സ്നേഹം വെളിപ്പെടുത്താൻ ദൈവത്തിന് ഒരടയാളം കുറെ കൂടി ആവശ്യമായിരുന്നു. എന്നാൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് അതുവരെയുള്ള മനുഷ്യൻ്റെ ദൈവസങ്കല്പങ്ങളെ തിരുത്തേണ്ടതുണ്ടായിരുന്നു. ഇക്കാലം അത്രയും മനുഷ്യ മനസ്സിൽ ദൈവത്തെക്കുറിച്ചുണ്ടായിരുന്നത് തെറ്റുകൾക്കൊക്കെ എണ്ണം പറഞ്ഞ് ശിക്ഷിക്കുന്ന കാർക്കശ്യക്കാരനായ ന്യായാധിപൻ്റെ മുഖമായിരുന്നു. പറഞ്ഞും കേട്ടും മനസ്സിൽ പതിഞ്ഞുപോയ ആ ചിത്രം എളുപ്പത്തിൽ മാറ്റാവുന്നതായിരുന്നില്ല. ദൈവത്തെ പേര് ചൊല്ലി വിളിക്കാൻ ഭയപ്പെട്ടിരുന്ന ഭീതി നിമിത്തം വേദഗ്രന്ഥത്തിൽ പോലും ദൈവം എന്നെഴുതാതെ ശൂന്യമായൊരു സ്പേസ് കൊണ്ട് മാത്രം അതിനെ സൂചിപ്പിച്ചിരുന്ന ഒരു ജനത്തിന് കണ്ടും കേട്ടും വിശ്വസിക്കാൻ ഒരു അടയാളം ആവശ്യമായിരുന്നു. എന്തിനും ഏതിനും അടയാളങ്ങൾ ചോദിക്കുന്ന ആ ജനത്തിന് നൽകാൻ ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസനീയമായ ഒരു അടയാളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തൻ്റെ സ്വന്തം പുത്രൻ. ഏറ്റവും വലിയ അടയാളം ഈ ലോകത്തിന് നൽകിയിരിക്കുന്നത് ഈശോയെയാണ്. പിതാവ് തൻ്റെ പുത്രനിലൂടെ അടയാളപ്പെടുത്തിയ ദൈവസ്നേഹം. സ്നേഹം തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്നതാണ് ബന്ധങ്ങളിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. നമുക്കിന്ന് അടയാളങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നില്ല. സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ ജീവിതത്തിൽ ശേഷിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. സ്നേഹം തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്നതാണ് ബന്ധങ്ങളിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. പ്രകടിപ്പിക്കാത്ത സ്നേഹങ്ങൾ ഒരുപക്ഷെ തിരിച്ചറിയപ്പെടാതെ പോയേക്കാം. സ്നേഹം പ്രകടിപ്പിക്കുന്നത് വലിയ കുറച്ചിലാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഒരമ്മ പറയുന്നു, എൻ്റെ ഭർത്താവ് മോനെ എത്രയധികം സ്നേഹിച്ചിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പിതാവുമായി കലഹിച്ച് അവൻ ദൂരദേശത്തേക്ക് യാത്രയായ അന്നു മുതൽ എത്രയോ നാൾ അയാൾ അവനെക്കുറിച്ചോർത്ത് ഉണ്ണാതെയും ഉറങ്ങാതെയും കഴിഞ്ഞു. ഇത്രയധികം സ്നേഹം പരുക്കനെന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന അദ്ദേഹം ഹൃദയത്തിൻ്റെ ഏതറയിലാണ് ഒളിപ്പിച്ചു വച്ചിരുന്നത്? അപ്പൻ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് കൂടെ കഴിഞ്ഞപ്പോൾ ഒരു വാക്കുകൊണ്ടെങ്കിലും സൂചിപ്പിച്ചിരുന്നെങ്കിൽ അവൻ ഈ വീട് വിട്ട് ഇറങ്ങുകയില്ലായിരുന്നു. അപ്പോൾ ഒളിപ്പിച്ചു വയ്ക്കാനുള്ളതല്ല, മറിച്ച് ജീവിതത്തിലൂടെ പുറത്തേക്കെടുക്കേണ്ട ഒന്നാണ് സ്നേഹം. അത് അടയാളപ്പെടുത്തുമ്പോഴാണ് കൂടുതൽ മനോഹരമായി മാറുന്നത്, അത് കൂടുതൽ ദൃഢമായി മാറുന്നത്.
അടയാളങ്ങളെന്ന ഈ പുസ്തകത്തിലും പീറ്റർ തോമസ് മനോഹരമായി അമ്മ എന്ന സങ്കല്പത്തെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ക്രിസ്തുവും മേരിയുമായുള്ള ആ അടുപ്പത്തിൽ നിന്നുകൊണ്ടാകുമ്പോൾ അത് കൂടുതൽ നമ്മുടെ ജീവിതത്തോട് സംസാരിക്കുകയാണ്. കൂടുതൽ നമ്മുടെ ജീവിതത്തോട് അതെന്തൊക്കെയോ പറയുകയാണ്. ജീവിതത്തിൽ നിന്ന് മാതൃകയാക്കേണ്ട ചില പാഠങ്ങൾ. അമ്മമാർ എന്നും മക്കളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ മക്കളോ? മക്കളുടെ മനസ്സിൽ താൻ എന്നുമുണ്ട് എന്ന അറിവിൽ കവിഞ്ഞ് മറ്റെന്താണ് ഒരമ്മയെ കൂടുതലായി സന്തോഷിപ്പിക്കുക? തൻ്റെ മനസ്സിൽ അമ്മ എന്നുമുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്ന ക്രിസ്തുവിനെയാണ് കുരിശിൽ കിടന്ന് ഇതാ നിൻ്റെ മകൻ എന്ന് അവൻ്റെ മരണമൊഴികളിൽ നാം ദർശിക്കുന്നത്. സ്വന്തം കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള ആശങ്ക പുലർത്തിയിരുന്ന ആളായിരുന്നില്ല ക്രിസ്തു. വസ്ത്രമോ പാർപ്പിടമോ ഒന്നും അവൻ്റെ ജീവിതത്തിൻ്റെ വിഷയം പോലും ആയിരുന്നില്ല. എന്നിട്ടും ഉള്ളിൽ ഒരാശങ്ക അവൻ കൊണ്ടു നടന്നിട്ടുണ്ടായിരിക്കണം. അത് അമ്മയെക്കുറിച്ചായിരിക്കണം. പ്രാണൻ പോകുന്ന വേദനയ്ക്കിടയിൽ പോലും അമ്മയുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ അവൻ മറന്നു പോയില്ല എന്നത് മറ്റെന്താണ് നമ്മൾ അതിൽ നിന്നും അനുമാനിക്കേണ്ടത്? ഒരു വിധത്തിലും ക്രിസ്തുവിൻ്റെ ദുർബലതയെയല്ല, ഭൂമിയിലെ അമ്മമാർ അർഹിക്കുന്ന സംരക്ഷണത്തെയാണ് ഈ വാക്കുകൾ വെളിപ്പെടുത്തുന്നത്. ഒരു ന്യായീകരണവും അമ്മമാരെ മറക്കുന്നതിനുള്ള മതിയായ കാരണമാവില്ല എന്ന ഓർമ്മപ്പെടുത്തലാണിത്. ഇതാ നിൻ്റെ മകനെന്ന യോഹന്നാനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ആ ഒരു മരണമൊഴി. ക്രിസ്തു പോലും തൻ്റെ അവസാന വാക്കുകളിൽ ഒന്ന് അമ്മയെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണ് മാറ്റിവെച്ചതെങ്കിൽ മാതൃത്വം ഇത്രയധികമായി മാനിക്കപ്പെടേണ്ട ഒരു ജീവിത അവസ്ഥയാണ് എന്ന് എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എത്രമാത്രം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ യാഥാർത്ഥ്യങ്ങളിലെ അമ്മമാരെ ചേർത്തു പിടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ചേർത്തു പിടിക്കുന്നതിനോടൊപ്പം ഒരു വാക്കുകളുടെ ആദരം കൊണ്ട് മാതൃത്വത്തെ എത്രമാത്രം നമുക്ക് സംരക്ഷിക്കാനും സുരക്ഷിതമാക്കാനും പറ്റുന്നുണ്ട് എന്നുള്ള ചിന്ത ഈ എഴുത്തുകാരൻ ഈ അടയാളങ്ങൾ എന്ന പുസ്തകത്തിലൂടെ നമുക്ക് മുമ്പിൽ വെച്ചു നീട്ടുന്നുണ്ട്. അടയാളങ്ങൾ എന്ന ഈ പുസ്തകത്തിൽ പിന്നീട് വരുന്ന അധ്യായത്തിൽ കൃതജ്ഞത എന്ന അധ്യായത്തിലൂടെ നന്ദികേടിൻ്റെ ചില പൊള്ളത്തരങ്ങൾ എഴുത്തുകാരൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ നാം വെച്ചു പുലർത്തേണ്ട നന്ദിയുടെ ആ നല്ല മനസ്സിനെയൊക്കെ എപ്രകാരം അടയാളപ്പെടുത്തണമെന്നുള്ള ഒരു സുവിശേഷം കൂടിയാണ് ഈ എഴുത്ത്. ഒരിക്കൽ മലയാള മനോരമ ദിനപത്രത്തിൻ്റെ ഒന്നാം പുറത്ത് ചിത്രസഹിതം വന്ന വാർത്ത, സിസിലി എന്ന 90 വയസ്സുള്ള ഒരമ്മയെ വീടിന് പുറത്താക്കി. രോഗിണിയായ അമ്മ ഒരു ബാധ്യതയാണെന്ന് തോന്നിയപ്പോൾ സ്വന്തം മക്കൾ അവരെ വീടിനോട് ചേർന്നുള്ള ആട്ടിൻകൂട്ടിലേക്ക് മാറ്റി. നിസ്സഹായരായ ആ അമ്മയുടെ ആട്ടിൻകൂട്ടിൽ കിടക്കുന്ന ചിത്രം മാതാപിതാക്കൾക്ക് നേരെയുള്ള മക്കളുടെ നന്ദികേടിൻ്റെ മനസ്സുലയ്ക്കുന്ന ഒരു നേർചിത്രമായിരുന്നു. മറ്റൊരു നന്ദികേടിൻ്റെ കഥ ലൂക്കായുടെ സുവിശേഷത്തിലുമുണ്ട്. ലൂക്കാ സുവിശേഷം 17-ാം അധ്യായത്തിലാണത്. ക്രിസ്തു ഗലീലിക്കും സമറിയായ്ക്കും മധ്യേ കടന്നു പോകുമ്പോൾ 10 കുഷ്ഠരോഗികൾ അവൻ്റെ അടുത്തു വന്ന് തങ്ങൾക്ക് സൗഖ്യം നൽകണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവരോട് അലിവ് തോന്നിയ ക്രിസ്തു പുരോഹിതന്മാരെ കാണുവാൻ അവരെ പറഞ്ഞയക്കുന്നുണ്ട്. മാർഗമധ്യേ സുഖം പ്രാപിച്ച അവരിൽ ഒരു സമറിയാക്കാരൻ മാത്രം തിരിച്ചു വന്ന് ക്രിസ്തുവിന് നന്ദി പറയുന്നതായിട്ടാണ് സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. സൗഖ്യം നേടിയിട്ടും തിരിച്ചു വന്ന് നന്ദി പറയാൻ കൂട്ടാക്കാത്ത 9 പേരുടെ നന്ദികേടിനെക്കുറിച്ച് ക്രിസ്തു അത്ഭുതപ്പെടുകയാണ്. നന്ദി നമ്മുടെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട ഒരു അടയാളമാണ്. വാക്കുകൾ കൊണ്ടും നോട്ടങ്ങൾ കൊണ്ടും ചിലപ്പോൾ ഈ നന്ദി നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. പക്ഷേ ഇന്ന് കൂടുതലും നന്ദികേടുകളുടെ കഥകളും അനുഭവങ്ങളുമായി നമ്മുടെ ശേഷിപ്പുകൾ മാറുന്നുണ്ട്. ദൈവത്തിന് പരിഹരിക്കാനാവാത്ത ഒരു മനുഷ്യ പ്രശ്നവുമില്ലെന്ന് സുവിശേഷ ഭാഗങ്ങൾ നമുക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നുണ്ട്. മരുന്നുകൾക്ക് സുഖപ്പെടുത്താൻ കഴിയാത്ത ഒരു രോഗമായാണ് കുഷ്ഠത്തെ ഇസ്രായേൽക്കാർ കരുതിയിരുന്നത്. കുഷ്ഠം ബാധിക്കുന്ന ഒരാൾ നിത്യമായ ദുരന്തത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. പ്രതീക്ഷിക്കാനായി പിന്നെ അയാളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ഇപ്രകാരം ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും തീർന്നുപോയ കുറേ മനുഷ്യരെയാണ് ക്രിസ്തു ഒരു വാക്കിലൂടെ സുഖപ്പെടുത്തുകയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നത്. അസാധ്യമെന്ന് തോന്നുന്ന ഒത്തിരി പ്രശ്നങ്ങളെ നേരിടുന്നവരാണ് നമ്മളെല്ലാവരും. ജീവിതം പലപ്പോഴും കൈവിട്ടുപോയി എന്ന് തോന്നുന്നു.
എന്നാൽ ദൈവത്തിനു മുന്നിൽ ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ശരിയാക്കിയെടുക്കാനാവാത്ത ഒരു ജീവിത പ്രശ്നവും ഇല്ല. പക്ഷേ കൂരിരുട്ടിലും ആ കുഷ്ഠരോഗികളെപ്പോലെ ദൈവപരിപാലനയുടെ ഒരു തിരിവട്ടം കണ്ടെത്തുവാനുള്ള വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. ആ വിശ്വാസത്തോടൊപ്പം ജീവിതത്തിൽ നമ്മൾ വെച്ചു പുലർത്തേണ്ട നന്ദി പ്രകാശനം, അത് ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് തുടർച്ചയായി നമ്മുടെ ജീവിതത്തിൽ നിന്നും സംഭവിക്കുമ്പോൾ കൂടുതൽ ഇടപെടലുകൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാവുകയാണ്. അവൻ്റെ അദൃശ്യമായ കൃപാപരം, ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ തൊട്ടു തലോടി കടന്നു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ്. അവിടെയാണ് അടയാളപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നന്ദിയുടെ അടയാളപ്പെടുത്തലുകൾ ദൈവത്തോടും അപരനോടും ഉണ്ടാകുമ്പോൾ ജീവിതം കൂടുതൽ സുന്ദരമായി മാറുകയാണ്. ധ്യാനമെന്ന വാക്ക് നമുക്കെല്ലാം സുപരിചിതമാണ്. ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ധ്യാനിച്ചിട്ടുള്ളവരാണ് നാം. ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. ധ്യാനമെന്ന വാക്കിന് ഇംഗ്ലീഷിൽ റിട്രീറ്റ് എന്ന പദമാണ് പൊതുവെ ഉപയോഗിച്ച് കാണുന്നത്. ആംഗലേയ ഭാഷയിൽ പ്രാവീണ്യമില്ലാത്തവരുടെ ഇടയിൽ പോലും ഇപ്പോൾ പരിചിതമായ ഈ പദത്തിന് നിഘണ്ടു നൽകുന്ന അർത്ഥം പിൻവാങ്ങുക, തിരിച്ചു പോരുക എന്നൊക്കെയാണ്. ധ്യാനത്തിൻ്റെ ആന്തരിക പൊരുൾ ഈ പദം പൂർണ്ണമായും വിനിമയം ചെയ്യുന്നുണ്ട്. തിരിച്ചുവരവിൻ്റെ കാലമാണ് ധ്യാനദിനങ്ങൾ. തിരിച്ചു വരേണ്ടത് നിശ്ചയമായും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തന്നെയാണ്. ആ റിട്രീറ്റിനെ, ആ തിരിച്ചുവരവിനെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ എഴുത്തുകാരൻ നമുക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നത്. ഒരു യാത്രികൻ തിരിച്ചു പോരുന്നത് ചുരുങ്ങിയത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നാമതായും ദൗത്യം പൂർത്തിയാകുമ്പോൾ അദ്ദേഹം തിരിച്ചു വരും. 2, സഞ്ചരിക്കുന്ന ദിശ തെറ്റാണെന്നറിയുമ്പോഴും അദ്ദേഹം തിരിച്ചു വരും. വഴിതെറ്റിയെന്ന തിരിച്ചറിവിൽ ശരിയായ പാതയിലേക്കുള്ള ഒരാളുടെ തിരിച്ചു നടത്തമാണ് ധ്യാനം. വിവേകിയായ ഒരു സഞ്ചാരി വഴിയിലെ ദിശാസൂചകങ്ങൾ ശ്രദ്ധിച്ച് അവൻ്റെ വഴികളെ ക്രമപ്പെടുത്തുന്നു. ചൂണ്ടുപലകകളുടെ നിസ്സാരമായൊരു അവഗണന പോലും ഒരു സഞ്ചാരിയുടെ മുഴുവൻ കണക്കുകൂട്ടലുകളെയും തകിടം മറിച്ചേക്കാം. ജീവിത വഴികളിൽ തെറ്റുപറ്റുന്ന ഏതൊരാളും ആവശ്യത്തിലധികം സൂചകഫലകങ്ങളെ കടന്നു പോകുന്നുണ്ട്. എൻ്റെ ജീവിതത്തിന് ഒരു കുഴപ്പവുമില്ല, തിരിച്ചു നടത്തത്തെക്കുറിച്ച് ഒരു 2ാം ചിന്തയുടെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരാളെ പോലെയാണ്. ഒരുപക്ഷെ ഒരു മദ്യപൻ്റേതുപോലെയാകാം അയാളുടെ മനോഭാവം. മദ്യപിച്ച് കാല് നിലത്തുറയ്ക്കാതെ വഴിയരികിൽ വീണുപോയ ഒരു മദ്യപനെ നിങ്ങൾ കാണുന്നുവെന്ന് കരുതുക. അയാളോട് സഹതാപം തോന്നി വഴിയരികിൽ നിന്ന് എഴുന്നേൽക്കാൻ നിങ്ങൾ അയാൾക്ക് കൈ നൽകുമ്പോൾ സ്വാഭാവികമായും അയാളിൽ നിന്ന് വരുന്ന പ്രതികരണം എന്നെ പിടിക്കണ്ട, എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ നോർമലാണ് എന്നായിരിക്കും. ഒരു മാറ്റം വരുത്താൻ തക്കവിധം ജീവിതത്തിന് ഒരു കുഴപ്പവുമില്ല എന്ന് വാദിക്കുന്ന ഒരാൾ എഴുന്നേൽക്കാനാവാതെ 4 കാലിൽ കിടക്കുന്ന ഈ മദ്യപനെ പോലെ തന്നെയാണ്. ഇവിടെയാണ് പിൻവാങ്ങലുകൾ വേണ്ടത്. തിരിച്ചു നടപ്പ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. അല്ലെങ്കിൽ റിട്രീറ്റ് എന്ന പദം, ധ്യാനമൊക്കെ ജീവിതത്തിൽ അർത്ഥവത്തായി മാറുന്നത് ഇവിടെയാണ്. തിരിച്ചുപോക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടോ? ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളെ, ചില നന്മകളുടെ ശേഷിപ്പുകളെയൊക്കെ തിരിച്ചു പിടിക്കാനുള്ള, അല്പം കൂടി തിരിച്ചറിവോടെ കാണാനുള്ള ഓർമ്മപ്പെടുത്തലാണ് റിട്രീറ്റ് അല്ലെങ്കിൽ ധ്യാനം. അടയാളങ്ങളെന്ന ഈ പുസ്തകത്തിലെ മറ്റൊരു മനോഹരമായ അധ്യായമാണ് കയ്പും മധുരവും. ജീവിതത്തിൽ കയ്പിനെ തള്ളുകയും മധുരത്തെ തേടുകയും ചെയ്യുന്നവരാണ് നമ്മൾ. മധുരം എവിടെയുണ്ടോ അല്ലെങ്കിൽ സന്തോഷം എവിടെയുണ്ടോ അതിലേക്കുള്ള തിടുക്കത്തിലുള്ള യാത്രയിലും അത് സ്വന്തമാക്കാനുള്ള ഒരു ആദിയും നമുക്കുണ്ട്. കസ്തൂരിമാൻ എന്നൊരു സങ്കല്പമുണ്ട്. ഹൃദ്യമായ സുഗന്ധം പുറപ്പെടുവിക്കുന്ന കസ്തൂരിമാൻ സ്വന്തം ശരീരം തന്നെയാണ് സുഗന്ധം പരത്തുന്നത് എന്ന് അറിയാതെ ആ സുഗന്ധത്തിൻ്റെ ഉറവിടം അന്വേഷിച്ച് ജീവിതകാലം മുഴുവൻ അലഞ്ഞു നടക്കുന്നു എന്നതാണ് ആ സങ്കല്പം. മനുഷ്യജീവിതങ്ങളും കസ്തൂരിമാന് സമാനമാണ്. സന്തോഷത്തിനുള്ള കാരണങ്ങൾ ഉള്ളിൽ തന്നെ ഉണ്ടായിട്ടും അവൻ ആ സന്തോഷം പുറത്തു തേടി അലയുകയാണ്. യഥാർത്ഥത്തിൽ സന്തോഷമെന്ന് പറയുന്നത് നമ്മിൽ ഉണ്ടാകുന്നതല്ല, നാം ഉണ്ടാക്കുന്നതാണ്. ഒരാളുടെ ദുഃഖവും സന്തോഷവും തീരുമാനിക്കുന്നത് അയാൾ തന്നെയാണ്.
കയ്യിൽ നിന്ന് 1,00,000 രൂപ നഷ്ടപ്പെടുന്ന ഒരാൾ സാരമില്ല പോട്ടെ എന്ന് വയ്ക്കുന്നതും, കയ്യിൽ വെറും 100 രൂപ പോയതിൻ്റെ പേരിൽ ഒരാൾ ദിവസം മുഴുവൻ വിഷണ്ണനായി നടക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സന്തോഷമെന്ന് പറയുന്നത് സംഭവങ്ങളെയും അനുഭവങ്ങളെയും നമ്മളെങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. കാഴ്ചപ്പാടുകൾ മാറുക എന്നതാണ് ദുഃഖനിവാരണത്തിൻ്റെ പ്രഥമമായ ചുവടുവയ്പ്. ഈ കാഴ്ചപ്പാടുകളെ എങ്ങനെ മാറ്റിയെടുക്കാമെന്നതാണ് പ്രധാനം. ജീവിതത്തിൽ മധുരം മാത്രമല്ല കയ്പും ജീവിതത്തിലേക്ക് പ്രവേശിക്കുമെന്ന തിരിച്ചറിവോടെ ഈ സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടമത്സരങ്ങൾക്കിടയിൽ തളർന്നു വീഴാതിരിക്കാൻ സന്തോഷങ്ങളുടെ സാധ്യതകളെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും വലിയ പ്രധാനമായ കാര്യം. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി എഴുത്തുകാരൻ നമുക്ക് മുമ്പിൽ മറ്റൊരാശയം കൂടി തരുന്നുണ്ട്. ജീവിത ദുഃഖങ്ങൾ നമ്മെ എങ്ങനെ ബാധിക്കുന്നു എന്നത് എപ്രകാരം അവയെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എപ്രകാരമാണ് ഒരു സാഹചര്യത്തെ, ഒരു സംഭവത്തെ നമ്മൾ നോക്കിക്കാണുന്നത്? ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ജീവിത പ്രശ്നങ്ങളെ നേരിടാനാകണമെങ്കിൽ ദൈവത്തിൻ്റെ പരിപാലനയിൽ നാം വിശ്വസിക്കേണ്ടതുണ്ട്. ദൈവം നമ്മുടെ നാശത്തിനായല്ല, മറിച്ച് എല്ലാം ക്ഷേമത്തിനായി ക്രമീകരിക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതുണ്ട്. ഈ വിശ്വാസം ഒരല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ കയ്പുകൾ അത് നമുക്ക് താങ്ങാനാവാത്ത വലിയ കയ്പുകളായി മാറുകയാണ്. ദൈവമാണെല്ലാം നമ്മുടെ ക്ഷേമത്തിനായി രൂപീകരിക്കുന്നത് എന്ന വിശ്വാസമാണ് സന്തോഷത്തിൻ്റെ പാതയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. അടയാളങ്ങൾ എന്ന പുസ്തകത്തിലെ മറ്റൊരധ്യായം പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ്. മറിയത്തെ ഓർക്കുമ്പോൾ എന്ന പേരിൽ. പരിശുദ്ധ മറിയത്തോടുള്ള പ്രത്യേക വണക്കവും ഭക്തിയും പ്രകടിപ്പിക്കുന്ന കാലമാണ് മെയ് മാസം. മെയ് മാസ വണക്കത്തിൽ പരിശുദ്ധ അമ്മയോട് അല്പം കൂടി ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയുടെ ഒരു മാസം. 2 വിധത്തിലാണ് മറിയത്തോടുള്ള വണക്കം നമുക്ക് പ്രയോജനപ്രദമാകുന്നത്. ഒന്നാമതായി മറിയത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ധ്യാനം രക്ഷാകര ചരിത്രത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാകുന്നു എന്നതാണ്. രണ്ടാമതായി അവളുടെ ജീവിതം ദൈവഹിതമറിഞ്ഞ് ജീവിക്കാനുള്ള മാർഗരേഖയായി മാറുന്നു എന്നതാണ്. ഇസ്രായേൽ ജനം ദൈവം തങ്ങൾക്ക് ചെയ്ത വൻ കാര്യങ്ങളെ നിരന്തരം സ്മരിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ ജനമായി തുടർന്നത്. ഓർമ്മ വിശ്വാസ ജീവിതത്തിലെ പ്രധാന ഘടകമാണ്. അതുകൊണ്ടാണ് തൻ്റെ ഓർമ്മയ്ക്കായി എന്നും ആചരിക്കാൻ ക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ദൈവം ചെയ്ത വലിയ കാര്യങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നുള്ളൂ. മറിയത്തെക്കുറിച്ചുള്ള ഓർമ്മ ദൈവം മനുഷ്യർക്കായി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളായി മാറുകയാണ്. പരിശുദ്ധ അമ്മയോടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനയായ ജപമണികളിലൂടെ കടന്നു പോകുമ്പോൾ രക്ഷാകര രഹസ്യങ്ങളെ എല്ലാം ഓർത്തുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്. എഴുത്തുകാരൻ മനോഹരമായി പരിശുദ്ധ അമ്മയോടുള്ള ആ ബന്ധത്തെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി മറിയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക, മറിയത്തെ കൂടുതലായി അറിയാൻ ശ്രമിക്കുക, മറിയത്തെക്കുറിച്ച് സംസാരിക്കുക, മറിയത്തോട് സംസാരിക്കുക, അതുപോലെ തന്നെ മറിയത്തെ അനുകരിക്കുക. ഈ കാലഘട്ടമെല്ലാം പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനകളിൽ കൂടുതൽ സജീവമാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നിരവധി അത്ഭുതങ്ങൾ, നിരവധി അനുഗ്രഹങ്ങൾ ഈശോയിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. മറിയത്തെ അനുകരിക്കുക. മറിയത്തോടുള്ള സ്നേഹം പൂർണ്ണമാകുന്നത് അവളെപ്പോലെ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ്. ക്രിസ്തുവിൻ്റെ ബാല്യകാലത്തെ സ്മരിച്ചുകൊണ്ട് ലൂക്കാ സുവിശേഷകൻ പറയുന്നു, ബാലനായ യേശു ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിൽ വളർന്നുവെന്ന്. അമ്മയുടെ നന്മകളെ അനുകരിച്ചുകൊണ്ട് ആ മകൻ വളർന്നതുകൊണ്ടാണ് അവൻ എല്ലാവരുടെയും പ്രീതിക്ക് പാത്രമായത്. ക്രിസ്തുവിൻ്റെ ക്ഷമയും കരുണയും ലാളിത്യവും സഹാനുഭൂതിയുമെല്ലാം മറിയത്തിൽ നിന്ന് പകർത്തിയ നന്മകളായിരിക്കണം. ദൈവം തൻ്റെ പുത്രന് നോക്കി വളരാൻ നൽകിയ മനുഷ്യ മാതൃകയാണ് മറിയം. ആദ്യത്തെ ഹവ്വ ആദ്യത്തെ ആദത്തിൻ്റെ പതനത്തിന് കാരണമായെങ്കിൽ രണ്ടാമത്തെ ഹവ്വ രണ്ടാമത്തെ ആദത്തിൻ്റെ വിജയത്തിന് കാരണമാവുകയാണ്. ക്രിസ്തുവിൻ്റെ മനുഷ്യപ്രകൃതിയെ രൂപപ്പെടുത്തിയ മറിയത്തെ അനുകരിക്കുമ്പോൾ നമ്മുടെ ജീവിതവും ദൈവത്തിനും മനുഷ്യനും പ്രീതികരമായി മാറുകയാണ്. മനോഹരമായ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ആശയങ്ങളാണ് എഴുത്തുകാരൻ പറയുന്നതിനോടൊപ്പം തന്നെ നമുക്കും നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കാൻ സാധിക്കട്ടെ.
മറിയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിലൂടെ, മറിയത്തെ കൂടുതലായി അറിയാൻ ശ്രമിക്കുന്നതിലൂടെ, മറിയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിലൂടെ, അതുപോലെ തന്നെ മറിയത്തോട് സംസാരിക്കുന്നതിലൂടെ, അവളെ അനുകരിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതം ഒരു അല്പം കൂടി ക്രിസ്തുവിന് ചേർന്നതായി മാറുകയാണ്. അവിടെയാണ് ജപമണികളുടെയൊക്കെ അർത്ഥവും ആ പ്രാർത്ഥനയുടെയൊക്കെ ഏറ്റവും വലിയ അടിസ്ഥാനവും നമ്മിൽ രൂപപ്പെടുന്നത്. പിന്നീട് വരുന്ന അധ്യായം മുൻപേ പറന്ന പക്ഷികൾ എന്ന പേരിലാണ്. ഒരു കഥയോടുകൂടിയാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ഒരിക്കൽ ഒരു ഒട്ടകക്കുഞ്ഞ് അമ്മയോട് ചോദിച്ചു, അമ്മേ, നമുക്ക് ഈ ഇരട്ട വിരലുകളുള്ള കാലുകൾ എന്തിനാണ്? അമ്മ ഒട്ടകം പറഞ്ഞു, കുഞ്ഞെ, ഇത് നമുക്ക് മരുഭൂമിയിലെ മണലാരണ്യത്തിലൂടെ തളരാതെയും ഇടറാതെയും നടക്കുന്നതിന് വേണ്ടിയാണ്. കുഞ്ഞ് വീണ്ടും അമ്മയോട് ചോദിച്ചു, നമുക്കെന്തിനാണ് ഈ വലിയ കൺപോളകൾ? അത് മരുഭൂമിയിലെ യാത്രയിൽ പൊടിയിൽ നിന്നും മണ്ണിൽ നിന്നും കണ്ണുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. കുഞ്ഞൊരിക്കൽ കൂടി ചോദിച്ചു, നമ്മുടെ മുതുകിൽ ഈ വലിയ മുഴ എന്തിനാണ്? അമ്മ പറഞ്ഞു, മരുഭൂമിയിലൂടെയുള്ള ദീർഘയാത്രയിൽ ആവശ്യമായ ജലം ശേഖരിച്ചു വയ്ക്കാനാണ്. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം കുഞ്ഞ് വീണ്ടും ചോദിച്ചു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ വലിയ കാലുകൾ മരുഭൂമിയിലൂടെ തളരാതെ നടക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കൺപോളകൾ മരുഭൂമിയിലെ പൊടിയിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. മുതുകത്തെ മുഴ മരുഭൂമിയെ യാത്രയിൽ ജലം ശേഖരിച്ചു വയ്ക്കാനാണ്. പക്ഷേ അമ്മ, നമ്മൾ എന്തിനാണ് പിന്നെ തിരുവനന്തപുരത്തെ ഈ മൃഗശാലയിൽ കിടക്കുന്നത്? വളരെ അർത്ഥവത്തായ കഥ. ഒട്ടകക്കുഞ്ഞ് ചോദിക്കുന്ന സമാനമായൊരു ചോദ്യം നാം നമ്മോടും ചോദിക്കേണ്ടതുണ്ട്. ദൈവവചനം പറയുന്നു, മനുഷ്യൻ ദൈവത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. പൗലോസ് ലീഹ പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഇപ്രകാരം ദൈവത്തിൻ്റെ രൂപവും ഭാവവുമുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ നമ്മൾ എന്തുകൊണ്ടാണ് മനുഷ്യസഹജമായ വീഴ്ചകളിലും ഇടർച്ചകളിലും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്? നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട, നിരന്തരം ആവർത്തിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണിത്. ഇപ്രകാരം ദൈവത്തിൻ്റെ രൂപവും ഭാവവുമുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ നമ്മൾ എന്തുകൊണ്ടാണ് മനുഷ്യസഹജമായ വീഴ്ചകളിലും ഇടർച്ചകളിലും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്? ഒരു മാറ്റത്തിനായിട്ടുള്ള ചുവടെങ്കിലും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് ഉണ്ടോ എന്നാണ് നാം പരിശോധിച്ച് നോക്കേണ്ടത്. ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ മാത്രമേ അവൻ്റെ ജീവിതം പൂർണ്ണമാകുന്നുള്ളൂ. ദൈവത്തിൽ വിലയം പ്രാപിക്കുന്നതുവരെ മനുഷ്യഹൃദയം അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും. പൂർണ്ണ നന്മയായി ദൈവവുമായി ലയിക്കുന്നതിന് മനുഷ്യൻ തൻ്റെ സഹജമായ തിന്മയുടെ വാസനയിൽ നിന്ന് മോചിതനാകേണ്ടതുണ്ട്. വളരെ എളുപ്പമായ ഒരു ലക്ഷ്യമല്ലിത്, എങ്കിലും അസാധ്യമായ ഒന്നല്ല എന്ന് വിശുദ്ധരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൻ്റെ പേര് മുൻപേ പറന്ന പക്ഷികൾ എന്ന പേരിൽ ഇട്ടിരിക്കുന്നത്. മുൻപേ നമുക്ക് മുമ്പ് കുറേ പക്ഷികൾ പറന്നിട്ടുണ്ട്. ജീവിതത്തിൽ ദുർഘടമായ വഴികളിലൂടെ സഞ്ചരിച്ച് ജീവിതത്തെ എപ്രകാരം വിശുദ്ധമാക്കാമെന്ന് നമുക്ക് കാണിച്ചു തന്ന മുൻപേ പറന്ന പക്ഷികൾ. വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പൊതുവായ ചില സാമ്യങ്ങൾ അവരിൽ കാണാവുന്നതാണ്. ഒന്നാമതായി, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവസ്നേഹത്തിലും മനുഷ്യസ്നേഹത്തിലും അധിഷ്ഠിതമായിരുന്നു. രണ്ടാമതായി, ഓരോ വീഴ്ചയ്ക്ക് ശേഷവും നിരാശപ്പെടാതെ എഴുന്നേൽക്കുവാനും കൂടുതൽ തീക്ഷ്ണതയോടെ ക്രിസ്തുവിനെ അനുകരിക്കാനും അവർ ശ്രമിച്ചു. അവരുടെ പ്രവർത്തനങ്ങൾ ദൈവസ്നേഹത്തിലും മനുഷ്യസ്നേഹത്തിലും ഊന്നിയിരുന്നു. വീഴ്ചകൾ എല്ലാവർക്കുമുണ്ട്, പക്ഷേ എഴുന്നേൽക്കാനും ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാനും ഈ വിശുദ്ധർക്ക് സാധിച്ചു. നമ്മുടെ ജീവിതത്തിലുമുണ്ട് വീഴ്ചകൾ, പതർച്ചകൾ, ഇടർച്ചകളൊക്കെ. പക്ഷേ ജീവിതത്തിൽ നമുക്കൊരു ഉയിർപ്പുണ്ടോ? ജീവിതത്തെ അല്പം കൂടി ഗൗരവത്തോടെ കണ്ടുകൊണ്ട് ഈ വീഴ്ചകളിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വഴി മാറി നടക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആ മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. അപ്പോഴാണ് മുൻപേ പറന്നുപോയ വിശുദ്ധരായ പക്ഷികളെ പോലെ അല്പമെങ്കിലും ചിറകടികളോടെ നമുക്കും ഉണർന്നു പറക്കാൻ സാധിക്കുന്നത്.
അടയാളങ്ങൾ എന്ന ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തെ അധ്യായമാണ് നീ കരയുന്നതെന്തിന്. ഒരു ചോദ്യമാണിത്. നീ കരയുന്നത് എന്തിനാണ്? കരയുന്ന മനുഷ്യൻ്റെ അടുത്തെത്തി കണ്ണീരിൻ്റെ കാരണമെന്തെന്ന് അന്വേഷിക്കുവാൻ അലിവുള്ളൊരു ദൈവം നമുക്കുണ്ടെന്ന ശുഭ സന്ദേശമാണ് ഈസ്റ്റർ തിരുനാൾ നമുക്ക് നൽകുന്നത്. ഉത്ഥിതനായ ക്രിസ്തു മനുഷ്യർക്ക് മുമ്പിൽ പ്രത്യക്ഷനാകുന്നത് അവരുടെ വേദനകൾക്കും മനോവ്യഥകൾക്കും പരിഹാരം നൽകിക്കൊണ്ടാണെന്ന് സുവിശേഷങ്ങൾ നമുക്ക് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കരയുന്ന മറിയത്തിൻ്റെ അടുത്ത്, പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് എമ്മാവൂസിലേക്ക് തിരിച്ചു നടക്കുന്ന ശിഷ്യന്മാരുടെ അടുത്ത്, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു ചെറുമീൻ പോലും കിട്ടാതെ മനസ്സുമടുത്തു പോയ പത്രോസിൻ്റെയും സുഹൃത്തുക്കളുടെയും അടുത്തേക്ക് പ്രത്യാശയുടെ സുവിശേഷവുമായാണ് ക്രിസ്തു കടന്നു വരുന്നത്. ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും ലളിതമായൊരു സ്വപ്നമാണ് സ്വസ്ഥവും സമാധാനപൂർണവുമായ ജീവിതമെന്നത്. ക്രിസ്തു തരുന്നതും ഈ സമാധാനമാണ്, നിങ്ങൾക്ക് സമാധാനം. പക്ഷേ ഏറ്റവും നിസ്സാരമായ സ്വപ്നം തന്നെയാണ് ഒരാൾക്ക് ഏറെ അപ്രാപ്യമായി നിലകൊള്ളുന്നത്. സ്ഥിരമായി സ്വസ്ഥമായി ഉറങ്ങാതെ കഴിയുന്ന എത്രയോ പേര് അവരുടെ ഹൃദയവ്യഥകൾ സ്വസ്ഥമായി ഒന്നുറങ്ങിയിട്ട് മനസ്സു തുറന്നൊന്ന് ചിരിച്ചിട്ട് എത്ര നാളായെന്ന് പലരും പരിതപിക്കുന്നുണ്ട്. കൈയടക്കിയ ജീവിത വിജയങ്ങളും നേടിയെടുത്ത സാമ്പത്തിക സുരക്ഷിതത്വവും ഒന്നും അശാന്തിയുടെ അലകളെ ശമിപ്പിക്കുന്നില്ല. സ്വസ്ഥതയ്ക്കു വേണ്ടിയുള്ള മനുഷ്യൻ്റെ നിലയ്ക്കാത്ത അന്വേഷണങ്ങൾക്കുള്ള ഉത്തരമാണ് ഉത്ഥിതനായ ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് സമാധാനമെന്നാണ്. ഓരോ ഉയിർപ്പ് തിരുനാളും ഓരോ ഉയിർപ്പും നമുക്ക് മുമ്പിൽ വെച്ച് നീട്ടുന്ന ഏറ്റവും വലിയ സന്ദേശവും അതുതന്നെയാണ്. സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നതാണ്, നിങ്ങൾക്ക് സമാധാനം. ഒപ്പം ക്രിസ്തു നമ്മോട് പറയാതെ പറയുന്നുണ്ട്, നീ കരയുന്നത് എന്തിനാണ്? നിൻ്റെ കരച്ചിലുകളും അലച്ചിലുകളുമൊക്കെ എന്തിനാണ്? ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന്. ഇപ്രകാരം ദൈവത്തിൽ വിശ്വാസമർപ്പിക്കാനും ദൈവത്തിൽ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശക്തമായി നിലയുറപ്പിക്കാനുമുള്ള ഒരു ആഹ്വാനം തന്നെയാണ് ഉത്ഥിതനായ ക്രിസ്തു നമുക്ക് മുമ്പിൽ വെച്ച് നീട്ടുന്നത്. അല്ലെങ്കിൽ ഓരോ ഉയർപ്പ് തിരുനാളിലും ഈ ഒരു തീവ്രമായ ആഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും നാം രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. അത് ഒരു അടയാളമായി, സ്നേഹത്തിൻ്റെ അടയാളമായി നമ്മൾ വെച്ചു പുലർത്തുമ്പോഴാണ് അത് നമ്മുടെ ആരാധനകളായി, നന്ദി പ്രകടനങ്ങളായി, അപരനെയും ദൈവത്തെയും സ്നേഹിക്കുന്നതിലൂടെയുമൊക്കെ അടയാളങ്ങളായി പുറത്തു വരുന്നത്. ആ അടയാളങ്ങളിലാണ്, ആ കാത്തിരിപ്പിലാണ് ക്രിസ്തുവിൻ്റെ ഇടപെടൽ. ഈ പുസ്തകത്തിലുടനീളം ആ ഒരു ഇടപെടലിനെക്കുറിച്ചാണ് എഴുത്തുകാരൻ നമുക്ക് മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. ക്രിസ്തു എപ്രകാരം നമ്മുടെ ജീവിതത്തെ തൊട്ടു നിൽക്കുന്നു, എന്തുമാത്രം അടയാളങ്ങളിലൂടെ അവനെ തൊടാൻ നമുക്ക് പറ്റുന്നുണ്ട്. ആ തൊടൽ, ആ അടയാളപ്പെടുത്തൽ നമ്മുടെ സ്നേഹമായിരിക്കട്ടെ, കരുണയായിരിക്കട്ടെ, മറ്റുള്ളവരോടുള്ള സഹിഷ്ണുതയും സ്നേഹവുമായിരിക്കട്ടെ.